morning to all. How are you all? Fine? In the previous class, we already discussed about some of the factors about Hagia Sophia and Turkey. തുർക്കിയെ പറ്റിയും ഹഗിയ സോഫിയയെ പറ്റിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ വി ഹാവ് ടു എൻ്റർ എ ന്യൂ തിങ്സ് അബൌട്ട് റിനൈസൻസ്. എന്താണ് നവോത്ഥാനം? ലോക നവോത്ഥാനം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. യൂറോപ്യൻ നവോത്ഥാനം എന്നാണ് ദ റിനൈസൻസ്. ആൻഡ് ഷാൽ വി ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഫാക്ടേഴ്സ്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 9 ദർ ഈസ് എ സബ് ഹെഡിങ്, ദർ ഈസ് റിനൈസൻസ്. റിനൈസൻസ് എന്താണെന്നാണ് പറയുന്നത്. So, in medieval period, arts, literature and history, medieval period ആയ സമയത്ത് കലകളും അതുപോലെ സാഹിത്യവും ആൻഡ് ഹിസ്റ്ററി, ചരിത്രവും ഇതൊക്കെ were centered as a religious ideology. ഇതൊക്കെ എന്തായി? മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചാണ്. റിനൈസൻസിന്റെ ഈ കാലഘട്ടത്തിൽ 13ാം നൂറ്റാണ്ടിന്റെ ഈ തുടക്കത്തിലായപ്പോഴേക്കും എന്ത് ചെയ്തു? 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാകുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ പ്രാധാന്യങ്ങൾ ലിറ്ററേച്ചർ, സാഹിത്യവും ചരിത്രവും കലയും ഒക്കെ എന്ത് ചെയ്തു? വെർ സെൻറ്റേർഡ് ആസ് എ റിലീജിയസ് ഐഡിയോളജി. അഥവാ മതപരമായ ആശയം, മതങ്ങൾക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കലകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയത്. ആൻഡ് ദർ ഇസ് എ 2 ലാംഗ്വേജസ്. അവിടെ പ്രധാനമായിട്ടും എഴുത്തുകളും വരകളും മറ്റുള്ള ഭാഷകളേക്കാൾ അധീനമാണ് 2 ഭാഷകൾ. ദർ ഇസ് 2 ലാംഗ്വേജസ്, ദാറ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. പ്രധാനമായും അവിടെ കൃതികളും ബാക്കിയുള്ളതൊക്കെ രചിക്കാൻ തുടങ്ങിയത് 2 ലാംഗ്വേജുകളിലായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ചേഞ്ചസ്. അത് ചേഞ്ച് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് അലൈഡ് ആൻഡ് സ്കോളർലി. പണ്ഡിത ഭാഷകൾ ആയി. പിന്നെ മറ്റുള്ള ഭാഷകൾ എന്ത് ചെയ്തു? മാറാൻ തുടങ്ങി. ഈ 2 ഭാഷകളിൽ നിന്ന് ഭാഷകൾ മാറാൻ തുടങ്ങി. ഏത് സമയം? by the dawn in the 13th century, 13ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് 3 ഭാഷകളാണ്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ഈ 3 ഭാഷകളും എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാമുഖ്യം നേടാൻ തുടങ്ങി. അത് പണ്ഡിത ഭാഷകളായിട്ട്, സ്കോളർ ഭാഷയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് ആൾസോ കൃതികളൊക്കെ എന്ത് ചെയ്തു? രചിക്കാൻ തുടങ്ങി. ഇങ്ങനെയുണ്ടായ മാറ്റങ്ങളുണ്ടായി. റിലീജിയസ് ലാംഗ്വേജ്, മതപരമായ ഭാഷകളായിട്ട് മതപരമായ ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിൽ നിന്ന് there is a change from the സ്കോളേഴ്സ്, അല്ലേ? അവിടെയുള്ള മതപര ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൽ നിന്ന് മാറി എന്തിനു പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി? വ്യക്തികൾക്ക്, ഓരോ വ്യക്തികൾക്കും ചേഞ്ചസ് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. സിമിലർ ചേഞ്ചസ് occurred. ഇതുപോലെയുള്ള ചില ചേഞ്ചസ് ഇൻ അതർ ആർട്ട് ഫോംസ്, മറ്റുള്ള ആർട്ട് ഫോം, മറ്റുള്ള കലകളിലും ഇത് വൈദ്യുതി വാങ്ങാൻ തുടങ്ങി. ഏതൊക്കെയാണ്? പെയിന്റിങ്സ് ആൻഡ് സ്കൾപ്ചർ, അല്ലേ? ചിത്രകലകളിലും അതുപോലെ ശില്പകലകളിലും. പെയിന്റിങ്സും സ്കൾപ്ചറും, അല്ലേ? അതുപോലെ അവിടെ ഓരോ മനുഷ്യന്മാർക്ക് പ്രാധാന്യം തുടങ്ങിയപ്പോൾ അവിടെ കലകൾ മാറാൻ തുടങ്ങി. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് പെയിന്റിങ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്കൾപ്ചർ. ശില്പവിദ്യകളിലും അതുപോലെ ആർട്ട് കലകളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇത് മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടിന് എന്ത് നൽകി? ദർ ഇസ് എ ചേഞ്ചസ്, അല്ലേ? മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടിന് ഇത് പ്രാമുഖ്യം നൽകി. ഇതിനെയാണ് ദാറ്റ് ഈസ് കോൾഡ് ഹ്യൂമാനിസം. ഇതിനെയാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. മതപരമായ ആശയങ്ങളിൽ നിന്ന് ദർ ഇസ് ചേഞ്ചസ് ഫ്രം ദ ലാംഗ്വേജസ് ആൻഡ് ആർട്സ് ആൻഡ് പെയിന്റിങ്സ് ആൻഡ് സ്കൾപ്ചർ. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്താണ്, ഇതൊക്കെ വന്ന സമയത്തേക്ക് എന്ത് ചെയ്തു? ജനങ്ങളിലുണ്ടായ പല മാറ്റങ്ങളും ഉണ്ടായി. അപ്പോൾ ജനങ്ങളുണ്ടായ മാറ്റം എന്ത് ചെയ്തു? കലകളിലുണ്ടായി. ആ കലകളുടെ മാറ്റമാണ് എന്ത് ചെയ്തത്? ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാട് പ്രാമുഖ്യം നൽകിയതിനെയാണ് ദാറ്റ് ഈസ് കോൾഡ് ഹ്യൂമാനിസം. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് വി ഹാവ് ടു ഡിസ്കസ്, അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ കാര്യം. സോ ഇത്രയും കാര്യമാണ്. ആൻഡ് ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. അതിലെ ചാപ്റ്റർ 1 യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഹഗിയ സോഫിയ. This is Hagia Sophia, one of the important monuments in the history of the world. ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ
ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇറ്റ് വാസ് ബിൽഡ് ഇൻ ദ 6th century AD. ഈ സ്മാരകം AD 6-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. നൗ ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ടർക്കി. ഇന്ന് തുർക്കിയിലെ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് ദ എപ്പിറ്റോം ഓഫ് ദ ആർക്കിടെക്ചറൽ സ്പ്ലെൻഡറസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, എ സിറ്റി റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയെ പോലുള്ള നിരവധി ചരിത്രശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുമുണ്ട്. ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്? ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ മാപ്പ്. ഭൂപടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സ്ഥാനം ശ്രദ്ധിക്കൂ. കോൺസ്റ്റാന്റിനോപ്പിൾ, ദ പ്രസന്റ് ഇസ്തംബുൾ, the erstwhile capital of the Eastern Roman Empire, has a unique place in the history of the world. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഇപ്പോൾ ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. വാട്ട് were the features of Constantinople? എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ? സെന്റർ ഓഫ് നോളേജ്, വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. അഡോബ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളറി ടെക്സ്റ്റ്, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. When the Turks conquered Constantinople in 1453, it resulted in the fall of the centuries-old Eastern Roman Empire. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. Consequently, scholars, artists and writers fled from Constantinople to nearby areas in great numbers. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. Many of them migrated to Italy. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. Why did they migrate to Italy? എന്തായിരിക്കും ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാൻ കാരണം? Italy was a country that upheld the rich Greco-Roman tradition. പുരാതന ഗ്രീക്കോ-റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. The rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. These traders were keen to preserve the historical and cultural heritage. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. Hence, the Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholars. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. By the end of the 13th century, the Renaissance, which began in Italy, flourished and spread to other nations. 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. Okay friends, some of the factors is discussing in that video about what is Renaissance, and we have to enter in a new things, that is Renaissance in literature. Renaissance in literature. നവോത്ഥാനം ലിറ്ററേച്ചറുകളിലേക്ക്, സാഹിത്യത്തിലേക്ക് എങ്ങനെ കടന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. First of all, we have to see in your textbook the father of a Renaissance is called Petrarch. പെട്രാർക്കിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഫാദർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. So, in a subheading in your page number 9 in your textbook, there is a picture of a Petrarch. Petrarch in 1304, 1304 മുതൽ 1374 വരെ ജീവിച്ച an eminent writer in Renaissance, that is known as Petrarch. പെട്രാർക്കാണ് ലോക എമിനന്റ് റൈറ്റർ ആയിട്ടുള്ള പെട്രാർക്കാണ് ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, and the father of Renaissance is Petrarch. The magnum opus is Petrarch.
പെട്രാർക്കിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് സീക്രട്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദാറ്റ് ഈസ് സീക്രട്ട്. And you, all of you, please turn over the page. In the next page, we have to see there is a 4 pictures. Like there is a 4 pictures, and the greatest writers or greatest literature workers in Europe in the Renaissance period. Renaissance period കാലഘട്ടത്തിലെ പ്രശസ്തരായ ലിറ്ററേച്ചർ സാഹിത്യകാരെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. There is a 4 pictures. In the first picture there we have to see Dante. Dante എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാം അല്ലേ. ഡിവൈൻ കോമഡി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കലയാണ് ഡിവൈൻ കോമഡി അല്ലേ. There is 4 pictures. In that picture we have to see Dante, Boccaccio, Cervantes, and the 4th one is Erasmus and their works. അല്ലേ. 4 വർക്കുകളും അതിന്റെ പിക്ചറുകളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. Shall we watch a video about that things? The Renaissance. The fine arts, literature and history in the medieval period were centered on religious ideology. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. The texts were invariably written in Greek and Latin as these languages were considered elite and scholarly. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. ഈ ഭാഷയിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish and French. എന്നാൽ 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്കു പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. The writers of this period adopted the life of the common man as the central theme of their works. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം. The literature of this period was no longer confined to religion and philosophy, but gave way to themes that depicted diverse aspects of human life. അതോടെ മതപരമായ ആശയങ്ങൾക്കു പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിന്റെ ഉള്ളടക്കം മാറി. Similar changes occurred in other art forms like painting and sculpture. സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. This vision, primarily concerned with the various aspects of human life, is known as humanism. ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. The new spirit of humanism inspired unique thoughts on the universe and human life. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. It promoted reasoning and the spirit of inquiry. യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. Consequently, a new awakening in all spheres of human life became visible in Europe and it is known as the Renaissance. മനുഷ്യജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം. Now let us examine how the Renaissance influenced the different spheres of social life. നവോത്ഥാനം വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ Renaissance in literature. Petrarch, AD 1304 to 1374, was one of the eminent writers of the Renaissance period. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാക്ക്. He is known as the father of Renaissance. അദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. The magnum opus of Petrarch is Secretum. പെട്രാക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് Secretum. The pictures of a few Renaissance writers and their works are given below. ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ചിലരുടെ ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അവർ രചിച്ച പുസ്തകങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ആദ്യത്തെയാണ് ദാന്തെ. അദ്ദേഹത്തിന്റെ വർക്ക് ദ ഡിവൈൻ കോമഡി. ആൻഡ് ദ സെക്കൻഡ് റൈറ്റർ ബൊക്കാച്ചിയോ. അദ്ദേഹത്തിന്റെ വർക്ക് ദ ദക്കാമറൻ. തേർഡ് റൈറ്റർ സെർവാന്തെ. അദ്ദേഹത്തിന്റെ വർക്ക് ഡോൺ ക്വിക്സോട്ട്. നാലാമത്തെ റൈറ്റർ ഇറാസ്മസ്. അദ്ദേഹത്തിന്റെ വർക്ക് ഇൻ പ്രൈസ് ഓഫ് ഫോളി.
Okay, dears, we already discussed about the factors. That is already sent a video also. Okay, then there is a homework for you. That is, there is a 4 column or 5 columns from there in your textbook. That is the writer, and the second side is this one. There is some pictures is given to you. ഇവിടെ തന്ന പിക്ചറിൽ നോക്കിയിട്ട് അവരുടെ മാർക്കുകൾ ഏതാണ് എന്ന് എഴുതാനാണ് പറയുന്നത്. That is very easy. And also one more homework for you. That is, what is humanism and what is Renaissance? എന്താണ് humanism and what is Renaissance? എന്താണ് Renaissance? എന്താണ് humanism? ഇത് നിങ്ങൾ homework ആയിട്ട് ചെയ്യണം. That's all for today. Have a nice day.